കുളിമുറിയിൽ മൂളിപ്പാട്ട് പാടാത്തവരായി ആരുമുണ്ടാവില്ല. മിക്ക ബാത്റൂം സിംഗേഴ്സും മികച്ച ഗായകർ തന്നെ. എന്നാൽ പലരും പകൽ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് മാത്രം. അത്തരക്കാരെ അരങ്ങിലെത്തിക്കുകയും മികച്ച അവസരങ്ങൾ ലഭ്യമാക്കാൻ പര്യാപ്തമാക്കുകയുമാണ് സുനിൽ കോശി എന്ന മലയാളി. സ്റ്റേജിൽ പാടാൻ ഒരു ചാൻസ് കൊടുത്താൽ അതാരും സാധാരണ അങ്ങനെ മിസ് ചെയ്യാറില്ല. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും എന്നിട്ട് പാടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞാൽ അപ്രിസിയേഷൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ പക്ഷെ ഇവർ ഇപ്പം പാട്ട് പഠിച്ചിട്ടില്ല, ബട്ട് എന്നാൽ ദേ സ്റ്റിൽ ലവ് ടു സിങ്. അപ്പം അവർക്കൊരു പ്ലാറ്റ്ഫോം. ബംഗളൂരു, ചെന്നൈ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സംഗീത ശില്പശാലകൾ. 3000 കുളിമുറിപ്പാട്ടുകാരെ സുനിൽ കോശി അരങ്ങിലെത്തിച്ചു. 87 വയസ്സുകാരൻ വരെ അക്കൂട്ടത്തിൽപ്പെടും. വിജനമാം വഴിയമ്പലത്തിൽ പതികനണയുന്നു, നിമിഷപാത്രത്തിൽ ആരി അമൃതു പകരുന്നു. ഹ്യൂലറ്റ് പെക്കാർഡ്, ഇന്റൽ തുടങ്ങിയ വൻകിട കമ്പനികളിലെ ജോലി ഉപേക്ഷിച്ച് സംഗീതം പഠിച്ചാണ് ഇദ്ദേഹം ഈ ഉദ്യമത്തിന് മുതിരുന്നത്. ബാത്റൂമിൽ നിന്നും സുനിൽ കോശി അരങ്ങിത്തെത്തിച്ചവർ പറയുന്നത് കേൾക്കുക. And I've recorded many songs, and all his guidance, even singing has improved and gone to a next level, and hope the journey continues and we all continue to learn and improve ourselves as singers. ആമച്ചർ ലെവലിൽ നിന്ന് കുറച്ച് കോൺഫിഡൻസോടെ നല്ലൊരു പ്രൊഫഷണൽ ലെവൽ പാട്ട് ഞാൻ ഈ ഷോസിനൊക്കെ കുറേ പോയിട്ടുണ്ട് ഇവരുടെ കൂടെ. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. ഇപ്പോൾ ബാക്കിയുള്ളവർക്കും നല്ലൊരു കോൺഫിഡൻസാണ്. ബാത്റൂം സിംഗേഴ്സ് ആന്തം എന്ന പേരിൽ സുനിൽ കോശിയും സംഘവും ഒരുക്കിയ വീഡിയോ ആൽബം ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ ശബ്ദം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ബാത്റൂമിലിരുന്ന് പാടി തകർക്കാതെ സുനിൽ കോശിയെ വിളിക്കുക. ഓഡീഷനിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കട്ടെ. വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീർ അജ്മൽ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.